എന്നിട്ട് അടൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ അപവാദ പ്രചാരണം നടത്തിയ രണ്ടുപേർ പിടിയിലായ സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥി ശാന്തകുമാർ കൊലക്കേസ് പ്രതിയെന്ന് കാണിച്ച് നോട്ടീസ് വിതരണം ചെയ്തായിരുന്നു അപവാദ പ്രചാരണം ഉണ്ടായത്. പിടികൂടിയവരെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ട് ചിറ്റയം ഗോപകുമാർ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ശ്രീരാജ് തുടരുന്നു. ശ്രീരാജ്, ഈ കേസിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കൂടി. രുചീഷ്, അതായത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആരംഭഘട്ടം മുതൽ തന്നെ LDF ക്യാമ്പുകൾ ഇടത് സൈബർ ഹാൻഡിലുകൾ അടക്കം ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ശാന്തകുമാർ കൊലക്കേസ് പ്രതിയാണ് എന്നുള്ളത്. അത് രാമചന്ദ്രൻ എന്ന് പറയുന്ന KMSന്റെ കുറവർ മഹാസഭയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ആൾ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ശാന്തകുമാറിനെതിരെ അടക്കം കേസുണ്ടായിരുന്നു. അത്തരത്തിൽ ഉള്ളൊരു കൊലക്കേസിൽ ശാന്തകുമാർ ഉൾപ്പെട്ടിരുന്നു. പിന്നീട് അത് കോടതി വെറുതെ വിടുകയും ചെയ്തിരുന്നു. പക്ഷേ നിലവിൽ ഇവർ ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിന്റെ ഭരണകാലയളവിൽ നടത്തിയ അന്വേഷണം തൃപ്തികരമായിരുന്നില്ല. കോടതി വിധിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപ്പീൽ പോവുകയോ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോവുകയോ ചെയ്തിരുന്നില്ല. പക്ഷേ ഈ ശാന്തകുമാർ ആയിരുന്നു ഈ രാമചന്ദ്രന്റെ കൊലപാതകത്തിന് പിന്നിൽ. അത് കോന്നിയിലെ കല്ലേലി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളിലായിരുന്നു അത്തരത്തിലൊരു സംഘർഷവും കൊലപാതകവും ഉണ്ടാകുന്നത്. ഈ രാമചന്ദ്രന്റെ കൊലക്കേസ് പ്രതി ശാന്തകുമാർ തന്നെയെന്നാണ് നിലവിൽ ഈ പ്രവർത്തകർ ആരോപിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ നോട്ടീസ് വിതരണം ചെയ്തത് LDFന്റെ പേരിലോ അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥിയുമായി ബന്ധമുള്ള ആളുകളുടെയോ അത്തരത്തിലൊന്നുമല്ല. പക്ഷേ ഒരു നോട്ടീസ് ഉണ്ട്. അതിൽ ഏറ്റവും താഴെ LDFന്റെ തരത്തിലുള്ള ഒന്നുമില്ലെങ്കിൽ പോലും തട്ടയിൽ ചന്ദ്രൻ എന്ന ആളിന്റെ പേര് വെച്ചിട്ടാണ് ആ നോട്ടീസ് വിതരണം ചെയ്തിരിക്കുന്നത്. അതിൽ കൊലക്കേസ് പ്രതി സ്ഥാനാർത്ഥി എന്നാണ്. എന്തായാലും ഈ നോട്ടീസ് വിതരണം ചെയ്ത രണ്ടുപേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇവരെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ട് ചിറ്റയം ഗോപകുമാർ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകർ RDO ഓഫീസും ഈ നോട്ടീസ് വിതരണത്തിൽ പ്രതിഷേധിച്ച് ഉപരോധിക്കുന്നുണ്ട്. രുചീഷ്.